പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരുന്നതോടെ അപ്രസക്തമാകുന്നവയിൽ പ്രധാനപ്പെട്ട നിയമമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം. 1860 നിലവിൽ വന്ന നിയമം കുറ്റകൃത്യങ്ങളും ശിക്ഷയും ക്രോഡീകരിക്കപ്പെട്ട ആദ്യ നിയമങ്ങളിൽ ഒന്നുകൂടിയാണ്. ഇന്ത്യ ബ്രിട്ടന്റെ കോളനിയായിരുന്ന കാലത്ത് നടപ്പിലാക്കിയ നിയമത്തിലെ പല വകുപ്പുകളും കാലാനുസൃതമായി കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്തു. ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയായ ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം നിർമ്മിച്ചത്. IPC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട ഇന്ത്യൻ പീനൽ കോഡ് പാസാക്കിയത് 1860 ഒക്ടോബർ 6-ന്. തോമസ് ബബിംഗ്ടൺ മെക്കാളെ എന്ന മെക്കാളെ പ്രഭു തയ്യാറാക്കിയ ശിക്ഷാ നിയമം ഉപഭൂഖണ്ഡത്തിൽ നിലവിലുള്ള കുറ്റകൃത്യങ്ങളെയും അതിന്റെ ശിക്ഷയും നിർവചിച്ച നിയമം. 23 ഭാഗങ്ങളിലായി 511 വകുപ്പുകൾ. സ്വതന്ത്ര ഇന്ത്യ നിലവിൽ വന്ന ശേഷവും ഇന്ത്യൻ പീനൽ കോഡ് രാജ്യത്തെ പ്രധാന നിയമമായി തുടർന്നു. രാജ്യത്തെ നിയമങ്ങളുടെ നിയമമായ ഭരണഘടന നിലവിൽ വന്ന ശേഷം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പല വകുപ്പുകളും ചോദ്യം ചെയ്യപ്പെട്ടു. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമാണ് IPCയിലെ പല വകുപ്പുകളും എന്ന് വ്യത്യസ്ത ഘട്ടങ്ങളിൽ വിമർശനമുയർന്നു. കൂട്ടിച്ചേർക്കപ്പെട്ടതിൽ പ്രധാന വകുപ്പ് 124A നിർവചിച്ച രാജ്യദ്രോഹ കുറ്റം. ഈ വകുപ്പനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ശിക്ഷാ നിയമത്തിൽ നിന്ന് റദ്ദാക്കപ്പെട്ടതിൽ പ്രധാനം 377 വകുപ്പ്. ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വിരുദ്ധമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 377 വകുപ്പ് സുപ്രീം കോടതി റദ്ദാക്കി. 309 വകുപ്പിലെ ആത്മഹത്യാ ശ്രമക്കുറ്റം നടപ്പാക്കേണ്ടതില്ലെന്ന് 2014 കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തു. പരസ്ത്രീ ഗമനമെന്നും പരപുരുഷ സംഗമമെന്നും വ്യാഖ്യാനിക്കപ്പെട്ട 497 വകുപ്പ് കുറ്റകരമല്ലെന്ന ജോസഫ് ഷെയ്ൻ കേസിലെ വിധിയാണ് മറ്റൊരു ചരിത്രവിധി. 1860 നിയമത്തിൽ വധശിക്ഷ നിർവഹിച്ചിരുന്നത് 302 വകുപ്പനുസരിച്ച്. വധശിക്ഷയ്ക്കെതിരെ ലോകരാജ്യങ്ങൾ നിലപാടെടുത്തപ്പോഴും ഇന്ത്യ നിലപാട് മാറ്റിയില്ല. ദില്ലി കൂട്ടബലാത്സംഗ കേസിന് ശേഷം കൂടുതൽ വകുപ്പുകളിലേക്ക് വധശിക്ഷ വ്യാപിപ്പിക്കുകയും ചെയ്തു. കൊളോണിയൽ നിയമമെന്ന വിമർശനമേറ്റപ്പോഴും 163 വർഷം നിലനിന്ന നിയമമാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് അപ്രസക്തമാകുന്നത്. പകരം പാർലമെന്റ് പാസാക്കിയ 2023 ഭാരതീയ സുരക്ഷാ സംഹിത കുറ്റകൃത്യങ്ങളും ശിക്ഷാവിധിയും നിർവചിക്കുന്ന പുതിയ നിയമമായി രാജ്യത്ത് നടപ്പാക്കപ്പെടും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.